പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം വഴി എങ്ങനെ ഭാരതത്തിൽ നടമാടിയിരുന്ന ഭീകരവാദത്തിന് തടയിട്ടു? മലയാള മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത, ഒരുപക്ഷെ മനഃപൂർവ്വം മറച്ചുവെച്ച കുറച്ചധികം സത്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. തുടക്കം ആരംഭിക്കുന്നത് 2012-ലാണ്. നേപ്പാൾ അതിർത്തിയിലെ 80ഓളം ബാങ്കുകളിലേക്ക് CBI റെയ്ഡ് നടത്തുന്നു. അവിശ്വസനീയമാം വിധം 1000 കോടിയുടെ കള്ളനോട്ടുകൾ ഇവിടങ്ങളിൽ നിന്നായി CBI സംഘം കണ്ടെത്തുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ ട്വിസ്റ്റ് സംഭവിക്കുന്നത് അടുത്ത ഘട്ടത്തിലാണ്. റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്ത നോട്ടുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോഴാണ്. ഇന്ത്യ നോട്ട് പ്രിന്റ് ചെയ്യുന്ന അതേ പേപ്പറിൽ തന്നെയാണ് വ്യാജ നോട്ടുകളും പ്രിന്റ് ചെയ്തിരിക്കുന്നതെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അന്ന് പുറത്തു വന്നത്. ഇനി കഥ ചെന്നെത്തുന്നത് ഇന്ത്യയുടെ കറൻസി പ്രിന്റിംഗ് പേപ്പർ കരാറിലേക്കാണ്. UPA സർക്കാർ നോട്ട് പ്രിന്റ് ചെയ്യുന്ന പേപ്പറുകൾക്കായുള്ള കരാർ ബ്രിട്ടീഷ് കമ്പനിയായ ദെലാറൂവിന് മാനദണ്ഡങ്ങൾ മറികടന്ന് നൽകി. ദെലാറൂ പാകിസ്ഥാനുമായി അടുത്ത ബന്ധമുള്ള, അവർക്കായി കറൻസി അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്ന, പരിധി കടന്ന് പാകിസ്ഥാന് പല സഹായങ്ങളും ചെയ്തു നൽകുന്ന ബ്രിട്ടീഷ് സ്ഥാപനം. പലതരത്തിലുള്ള കൃത്രിമങ്ങൾ കാട്ടിയതിന് സർക്കാർ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയ കമ്പനിയാണെന്ന വസ്തുത മറച്ചുവെച്ചുകൊണ്ടായിരുന്നു UPA സർക്കാരിന്റെ ഈ കരാർ നൽകൽ. അവർ ഇന്ത്യക്ക് നൽകിയിരുന്ന അതേ പേപ്പറുകൾ അനധികൃതമായി പാക് സർക്കാരിന്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന കള്ളപ്പണ മാഫിയയ്ക്കും നൽകി. അതെ, അതിർത്തിയിലെ ബാങ്കുകളിൽ നിന്ന് പിടികൂടിയ 1000 കോടി രൂപ എത്തിയത് ഈ മാർഗമായിരുന്നു. അതായത് പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്ത് സമാന്തരമായി ഒരു സമ്പദ് വ്യവസ്ഥ തന്നെ ഓടിച്ചിരുന്നുവെന്നത് ചുരുക്കം. അതിലൂടെ അവർ ഇവിടുത്തെ വിഘടനവാദം വളർത്തി, ഭീകരവാദികളെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്തി, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് കാര്യമായ വെല്ലുവിളി തന്നെ ഉയർത്തി. എന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത് 2014-ൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തുന്നതോടുകൂടിയാണ്. മോദി സർക്കാർ ദെലാറൂവുമായുള്ള കരാർ അവസാനിപ്പിച്ചു. കരാറിന്മേൽ അന്വേഷണം പ്രഖ്യാപിച്ചു. 2016-ൽ നോട്ട് നിരോധനവും കൂടി പ്രഖ്യാപിച്ചതോടുകൂടി കള്ളനോട്ടുകൾ വഴിയുള്ള ക്രയവിക്രയം തടസ്സപ്പെട്ടു. ഇതോടെ ഭാരതത്തിനുള്ളിൽ പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പ്രവർത്തിപ്പിച്ചിരുന്ന സമാന്തര സമ്പദ് വ്യവസ്ഥയും തകർന്നു. അതെ, നോട്ട് നിരോധനം കേവലം സാമ്പത്തിക അച്ചടക്കത്തിനും കള്ളപ്പണ ഒഴുക്കിനും തുടക്കമിട്ട നടപടി മാത്രമായിരുന്നില്ല. ശത്രു രാജ്യത്തിനും ഭീകരതയ്ക്കും മേലുള്ള ഭാരതത്തിന്റെ ആദ്യ സർജിക്കൽ സ്ട്രൈക്ക് കൂടിയായിരുന്നു.